ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കിച്ചാപ്പൂവിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ. അപ്പോൾ ആ പ്രോജക്റ്റിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോഫി റെസിപ്പിയാണ് കാണുന്നത്. ഇതൊരു ബ്രിട്ടീഷ് ടോഫി റെസിപ്പിയാണ്. ഇതിനെ അവർ പറയുന്നത് പിക്കാൻ ടോഫി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു കിച്ചുവിന് കൊണ്ടുപോകണം എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ ഹോൾ ക്ലാസ്സിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിക്കാൻ ടോഫിയാണ്. അപ്പോൾ പിക്കാൻ എന്ന് പറയുന്നത് ഒരു നട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് നട്ട്സിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ പിക്കാനിലാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ഒരു കപ്പിനുള്ളതാണ് കാണിക്കുന്നത്. അത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കി ലൈറ്റായിട്ടൊന്ന് ചൂടായി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ അത് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഷേപ്പ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ ആക്കിയിട്ട് ബട്ടർ പേപ്പർ ആക്കിയിട്ട് വെക്കുക. ഈ ടോഫിയാണ്, അതായത് പിക്കാൻ ടോഫി എന്നാണല്ലോ പറയണത്. അപ്പോൾ നമുക്ക് ടോഫി സിറപ്പ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പിക്കാനാണെങ്കിൽ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര, 2.5 സ്റ്റിക്ക്, ഓക്കെ 2.5 സ്റ്റിക്കോളം ബട്ടർ. അപ്പോൾ ഈ കണക്ക് എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ ഈ ടോഫിക്ക് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കണക്ക് വെച്ച് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിരിക്കും ആ ഒരു കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി എന്ന് പറയണത് എങ്ങനെയാണെന്ന് അറിയോ? ശരിക്കും പറഞ്ഞാൽ കടുക്ക് മുടുക്കെന്ന് കഴിക്കുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ ചൂയായിട്ട് കഴിക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ 2.5 സ്റ്റിക്കോളം ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതേമാതിരി 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷം ഇത് ചൂടാവാൻ വെക്കുക. ചൂടാവാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാൻഡി തെർമോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ 38ലേക്ക് വരുന്ന സമയത്ത് ക്രാക്കിംഗ് പോയിൻ്റ് ആണ്. അല്ല, ക്യാൻഡി തെർമോമീറ്റർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു പത വരുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മുടെ തെർമോമീറ്റർ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് 38ലേക്ക് വരണം. അപ്പോഴാണ് അതിൻ്റെ ഹാർഡ് ക്രാക്കിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതല്ലാതെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് ഹാർഡ് ക്രാക്കിംഗ് സ്റ്റേജ് എന്നുള്ളത്. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഈ തെർമോമീറ്റർ ഉണ്ടാവണം എന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും ആ വെള്ളവും ആ ബട്ടറും എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞ് തിളയ്ക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിങ്ങനെ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര ലൈനി അങ്ങനെ അതിലേക്ക് അലിഞ്ഞു പോവും. ഓക്കെ, നമുക്കതൊന്നും പിടിക്കാൻ പോലും ഉണ്ടാവില്ല, നന്നായിട്ട് അലിഞ്ഞു പോവും. കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറാൻ തുടങ്ങും. കളറ് മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ തെർമോമീറ്ററിൽ 38 ഹിറ്റായി എന്ന് കണ്ട ഉടനെ തന്നെ അങ്ങനെ അതിനെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല വിഗറസ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പിക്കാൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഹാർഡ് ക്രാക്കിംഗ് സ്റ്റേജ് എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീണ്ടും നിങ്ങൾക്ക് വെള്ളത്തിൽ ഒഴിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് അതിൻ്റെ ഷേപ്പ് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മൊരുന്ന ഹാർഡായിട്ടുള്ള ക്രാക്കിംഗ് ആയിട്ടുള്ള സ്റ്റേജ് നമുക്ക് കാണാൻ കിട്ടും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പിക്കാൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. നല്ല ചൂടുള്ള സാധനമാണ്. കയ്യെ കാര്യങ്ങൾ എല്ലാം മാറ്റി മര്യാദയ്ക്കുള്ള രീതിയിൽ സമാധാനമായിട്ട് അതിനെ ചെയ്യുക. അതേമാതിരി കുട്ടികളൊന്നും അടുത്ത് വേണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ചൂടോട് കൂടിയിട്ടുള്ള സംഭവങ്ങളാണ്. പഞ്ചസാര എന്ന ടോഫി രീതിയിലുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മുകളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഇടേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വലിയ ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചോക്കോ ചിപ്പ് ഉണ്ടല്ലോ, അതിനെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിളയ്ക്കുന്ന ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞോളും. ചോക്ലേറ്റ് അതിൽ തന്നെ കിടന്ന് നന്നായി അലിഞ്ഞോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മുകളിലേക്ക് ഇതുപോലെ ആക്കി കഴിയുമ്പോൾ ആ ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞിട്ട് മുകളിലിങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീട് മുഴുവൻ ഭയങ്കര മണമായിരിക്കും കേട്ടോ. ഇത് ഒരു ബ്രിട്ടീഷ് ടോഫിയാണ്. ഇങ്ങനെ എത്ര തന്നെ ടോഫീസ് ഉണ്ടെങ്കിലും ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോഫിയാണ്. അപ്പം മക്കളിപ്പോൾ ബ്രിട്ടീഷ് സ്കൂളിലായതുകൊണ്ട് അവരിങ്ങനത്തെ ഫുഡൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് കിച്ചു എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ
ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കുറേ പിക്കാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 6 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചു. ഇത് കണ്ടോ, 6 മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ കടുക്ക് മുടുക്കുന്നുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് നൈഫ് വെച്ചിട്ട് നിങ്ങൾ ടക്ക് പിടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഇതിനൊരു ഷേപ്പ്ലെസ് ആയിട്ടാണ് സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പെക്കാൻ ടോഫി എന്ന് പറയുന്നത്. ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കിച്ചാപ്പു അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാൻ അതിനെ ബോക്സിലാക്കി കൊടുത്തു. അങ്ങനെ അവൻ സ്കൂളിലേക്ക് കൊണ്ടുപോയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു.